പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നിരവധി പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോഴും പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും നിരാശപ്പെടാൻ പല കാരണങ്ങൾ നമുക്കുണ്ടാകുമ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. ദൈവം മനുഷ്യമക്കൾക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. അവിടെ നിന്നാണ് നാം ശക്തി, ധൈര്യം ആർജിക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാരെല്ലാം മരുഭൂമിയിൽ ജലം ലഭിക്കാതെ വിഷമിച്ച അവസരങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ പാറ പിളർന്ന് ജലം നൽകിയ കർത്താവ് നമ്മുടെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കും. ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഏലിയ പ്രവാചകനെ കാക്കകൾ വഴി അപ്പം എത്തിച്ച ദൈവം, സിംഹക്കുഴിയിൽ വിശന്നിരുന്ന ദാനിയേലിന് ഹബക്കുക്ക് പ്രവാചകൻ വഴി ഭക്ഷണം എത്തിച്ചു കൊടുത്ത ദൈവം, ആ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. പഴയ നിയമത്തിലെ ജോസഫ് സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടപ്പോഴും അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ജോസിന് ദൈവത്തിൽ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. കാരാഗൃഹത്തിൽ നിന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഉയർത്തിയ ദൈവം നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത് തീർച്ചയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ല. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. യേശു പറഞ്ഞിട്ടുണ്ട്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന്. നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത്. 5 അപ്പം കൊണ്ട് 5000-ലധികം ആളുകളെ തൃപ്തരാക്കിയ ദൈവം, മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം, ജലത്തിന് മീതെ നടന്ന ദൈവം, അനേകം രോഗികളെയും പിശാച ബാധിതരെയും സുഖപ്പെടുത്തിയ ദൈവം, വെള്ളം വീഞ്ഞാക്കിയ ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കുന്നത്. എല്ലാറ്റിലും ഉപരിയായി തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി നൽകി അപ്പമാക്കി മാറ്റിയ ആ ഈശോ ആണ് നമ്മുടെ കൂടെ വസിക്കുന്നത്. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറിയ യേശു ഇന്നും എന്നും ജീവനോടെ തിരുവോസ്തിയിൽ വാഴുന്നുണ്ട്. അനുദിനം വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിച്ച് നമുക്ക് ശക്തി ആർജിക്കാം. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.